ശ്രീജിത്ത് നോക്കൂ, ഇന്നിപ്പോൾ ആദ്യത്തെ ഇൻസിഡൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു മനുഷ്യൻ, ഒരു ക്രിക്കറ്റ് താരം, അദ്ദേഹത്തിൻ്റെ പേര് അഖിൽ, ഈ പരിശീലനം കഴിഞ്ഞ് KCIയിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളിൽ നിന്ന് കരയുന്നത് കണ്ടു. അവർ പോലീസ് സ്റ്റേഷനിൽ പോയി അവരുടെ മൊഴി വീഡിയോ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം അത് ഫോളോ അപ്പ് ചെയ്തു. എന്താണ് KCI അവരോടെടുത്ത സമീപനം? പിന്നെ KCIയുടെ ഒരു ഗ്രൗണ്ടിൽ കാലുകുത്താൻ പോലും സമ്മതിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതോ ഒരു ടൂർണമെൻറ്റിന് ഒരു ഗ്രൗണ്ടിൽ പോയപ്പോൾ ഇയാളെ ഇവിടെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പീഡനമുണ്ട് എന്ന് പറയുന്ന വിസിൽ ബ്ലോവർമാരെ നിങ്ങൾ ഒരിടത്തും കാലുകുത്തിക്കില്ല എന്ന നിലപാടെടുത്താൽ എങ്ങനെയാണ് ഇതുപോലെയുള്ള പീഡനങ്ങൾ അവസാനിക്കുക? എങ്ങനെയാണ് നിങ്ങൾ ഇതുപോലെ പരാതി ഉയർന്ന ഒരാൾക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുത്തത്, അയാളെ 2024 വരെ ഓരോ അസൈൻമെൻറ്റ്സ് ഏൽപ്പിച്ചത്? ഈ ഒരു ഹാബിച്വൽ ഒഫൻഡറായ പരാതികൾ നേരിടുന്ന ഒരാളെ വീണ്ടും വനിതകളുടെ, കുട്ടികളുടെ, പെൺകുട്ടികളുടെ പിങ്ക് ടൂർണമെൻ്റ് അടക്കമുള്ളവയുടെ നടത്തിപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻസ് എങ്ങനെയാണ് ഇയാൾക്ക് കൊടുക്കുക? അഭിലാഷിൻ്റെ ഈ നിഷ്പക്ഷത KCയോടും കാണിക്കണം. ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, അഭിലാഷ് ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ ഇടപെട്ടില്ല. ദയവായിട്ട് എൻ്റെ കാര്യത്തിലും സംസാരിക്കുമ്പോൾ ഇടപെടരുതെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഇതിൻ്റെ അകത്ത് ആദ്യം ഞാൻ സെക്രട്ടറിയായിട്ടിരിക്കുന്ന സമയത്ത് വന്ന ഒരു പരാതിയെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ജനങ്ങൾ കൂടെ കേൾക്കണം. അതിനു വേണ്ടിയിട്ടാണ്. ഒരു ഫോർമർ കോച്ച് രാജിവെക്കുന്നു. ആ രാജിവെക്കുന്നതിൻ്റെ അകത്തെ അടിസ്ഥാനമായി പറഞ്ഞിരുന്നത് വർക്ക് പ്രഷർ കാരണം ഞാൻ രാജിവെക്കുകയാണ്. സ്വാഭാവികമായിട്ടും അസ്വാഭാവികമായിട്ടൊന്നുമില്ല. ഞങ്ങൾ ആ കുട്ടി അന്ന് തൊടുപുഴ അക്കാഡമിയിലായിരുന്നു. അതിനുശേഷം ഏകദേശം 2 മാസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയാണ്, ഇത് കണക്ക് തന്നെ അവിടുത്തെ ഒരു മെമ്പർക്കെതിരെ ഒരു പരാതി സർക്കാരിൽ പോയിട്ട് സർക്കാരിൽ നിന്ന് വന്നു. ആദ്യം ഞങ്ങൾ ചെയ്തതൊരു വനിതാ അഭിഭാഷക എൻക്വയറിക്ക് വെച്ചതാണ്. ആ എൻക്വയറിയിൽ നാളിതുവരെ 3ഓ 4ഓ പ്രാവശ്യം അവർ നോട്ടീസ് അയച്ചെങ്കിലും അത് വന്നിട്ടില്ല. പോലീസ് കേസെടുത്തു, അന്വേഷിച്ചു, റഫർ ചെയ്യപ്പെട്ടു. ഇതിന് KCIക്ക് യാതൊരു രീതിയിലുള്ള ഒരു കയ്യുമില്ല. 2, ഈ വൈശാഖ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈശാഖ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു, ശരിയാണ്, എല്ലായിടത്തും വിമൻസ് സെല്ല് വെക്കണം എന്നുള്ളത്. ഞാൻ ഈ അന്നെടുത്ത അപ്പെക്സ് കൗൺസിൽ എടുത്ത തീരുമാനം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ബൈലോയും BCCI ബൈലോയും സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ സുപ്രീം കോടതി നിർമ്മിച്ചു തന്നതാണ്. സുപ്രീം കോടതി തന്നെ നിർമ്മിച്ചു തന്ന ഒരു ബൈലോയിൽ ഹൈക്കോടതി ജഡ്ജോ അല്ലെങ്കിൽ സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജുകളോ അതിൻ്റെ അകത്ത് ഗ്രീവൻസ് സെല്ലായിട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ തന്നെ പബ്ലിക്കിൽ നിന്നുവരെ പബ്ലിക്കിൽ നിന്നുവരെ അവിടെ പരാതികൾ സ്വീകരിക്കാം. ഇതിനെ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈലോ സുപ്രീം കോടതി ബൈലോയാണ്. ആ സുപ്രീം കോടതി ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷനുണ്ട്. അത് മാത്രമല്ല, ഇതുപോലെയുള്ള ലൈംഗിക പീഡന പരാതികളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ലോ. എനിക്ക് താങ്കളുടെ തന്നെ യോഗ മിനിറ്റ്സിൽ പറയുന്നു, ശ്രീജിത്ത് വി നായർ മെൻഷൻ ദാറ്റ് there is no requirement for a women's help cell as per വൈശാഖ കമ്മിറ്റി report approved by the honorable supreme court. വൈശാഖ ജഡ്ജ്മെന്റ് അനുസരിച്ചുള്ള ഒരു പരാതി പരിഹാര സെൽ, വനിതാ പരാതി പരിഹാര സെൽ ആവശ്യമില്ല എന്ന് താങ്കൾ നിലപാടെടുക്കുന്നു. ഓംബുഡ്സ്മാൻ ഉണ്ടല്ലോ എന്ന് പറയുന്നു. നോക്കൂ, ഈ പരാതി, ഇത്രയും കുട്ടികളുടെ പരാതി എന്നിട്ട് ഓംബുഡ്സ്മാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഓംബുഡ്സ്മാന്റെ ബൈറ്റ് ഞാൻ ഇന്നലെ കേൾക്കുകയായിരുന്നു. അവർ പറയുന്നത് പത്രത്തിലൊന്നും ഞാൻ കണ്ടില്ല എന്നൊക്കെയാണ്. KCIയുടെ വെബ്സൈറ്റിൽ പരാതി ഇല്ലല്ലോ എന്നാണ്. നോക്കൂ, എന്താണ് ഒരു ഗ്രീവൻസ് റെഡ്രസൽ സിസ്റ്റം വെബ്സൈറ്റിൽ എഴുതി കൊടുത്തിട്ടാണ്. നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു അതോറിറ്റി എന്നുള്ളതിലുപരി ഇൻഡിപെൻഡൻ്റ് ആയ, എന്താണോ വൈശാഖ ജഡ്ജ്മെന്റ് പറയുന്നത് ആ നിലയ്ക്ക് എല്ലാ സ്ഥാപനങ്ങളും നടത്താൻ ബാധ്യതയുള്ള ഒരു ICC ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് എത്രയോ പേർക്ക് അതിനെ സമീപിക്കാമായിരുന്നു. അങ്ങനെ ഒന്നും അവിടെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, താങ്കൾ അത് വേണ്ട എന്ന് ഖണ്ഡിതമായ നിലപാടെടുത്തയാളാണ്. അഭിലാഷ്, അതിൻ്റെ അകത്ത് പറയുന്നത് കേൾക്കൂ. ഇതിൻ്റെ അകത്ത് വൈശാഖ കമ്മിറ്റി ഇന്റേണൽ കംപ്ലയിൻറ്റ് സെല്ലിൻ്റെ കാര്യവും സുപ്രീം കോടതിയാണ് പറയുന്നത്. ഞങ്ങളുടെ ബൈലോ നിർമ്മിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി, പ്രവർത്തിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കൂ, ഒരു വിമൻ കമ്മിറ്റിയെക്കാളും എത്രത്തോളം ശക്തമായ ഒരു സംവിധാനമാണ് ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിയോ അല്ല സുപ്രീം കോടതി ജഡ്ജി ഇരിക്കുന്നത്. ഒരിക്കലും വെബ്സൈറ്റിൽ പരാതി വരണമെന്നല്ല, അത് സീക്രട്ടായിട്ട് കൊടുക്കാം, സീൽഡ് കവറിൽ കൊടുക്കാം, ഇതെല്ലാം ചെയ്യാവുന്ന ഒരു സംവിധാനമുണ്ട്. വെബ്സൈറ്റിൽ പരാതി വരാൻ ആരും വെബ്സൈറ്റിൽ കൊടുക്കണമെന്നില്ലല്ലോ. അതുമാത്രമല്ല, ഒരു ഹൈക്കോടതി ജഡ്ജോ അല്ലെങ്കിൽ സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജോ ഇരിക്കുന്ന ബലം അല്ലെങ്കിൽ ഞങ്ങളെ പിരിച്ചുവിടാൻ വരെ, ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ വരെ അധികാരമുള്ള ഒരു ഓംബുഡ്സ്മാനാണ് പിന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ബൈലോയിലുള്ളത്.
ഒരു ഇന്റേണൽ കമ്മിറ്റിയേക്കാളും എത്രയോ പവർഫുൾ ആണ്. ഞാൻ ആ അർത്ഥത്തിലാണ് അന്ന് നമ്മുടെ കമ്മിറ്റികൾ ചർച്ച രണ്ടും രണ്ട് ഫംഗ്ഷനാണ്. എനിക്കിപ്പോ അത്തരത്തിലുള്ള തർക്കിച്ച് സമയം കളയാനില്ല. ഇവിടുത്തെ മൗലികമായ പ്രശ്നം എന്താണ്? ഒരു പെഡോഫൈൽ ആയിട്ടുള്ള ഒരാൾ, ഒരു സൈക്കോ ആയിട്ടുള്ള ക്രൂരനായിട്ടുള്ള മനോഭാവമുള്ള ഒരാൾ എത്രയോ കാലമായി KCAയുടെ കോച്ചായി തുടരുകയും നിരവധി കുട്ടികളെ, ഓരോരോ ബാച്ചിലുള്ള പല കുട്ടികളെ പീഡിപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പോലീസ് പിടിച്ചകത്തിടുന്നത് വരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അയാൾക്ക് അയാളുടെ വേട്ട തുടരാൻ കഴിഞ്ഞു. അതിന് പറ്റുന്ന അന്തരീക്ഷം എങ്ങനെയാണ് KCA ഒരുക്കി കൊടുത്തത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അഭിലാഷേ, ഇത് പൂർണ്ണമായിട്ട് പറയാൻ എന്നെ അനുവദിക്കണം. കാര്യം ഈ കൊച്ചുകുട്ടികളുടെ, ആൺകുട്ടികളുടെ, പെൺകുട്ടികളുടെയും ജില്ലകളുടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ക്യാമ്പുകൾ ഒഴിവാക്കി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, നഗരത്തിൻ്റെ ഒത്തനടുക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന തുറസായ സ്ഥലത്താണ് ഈ നെറ്റ്സ് സ്ഥിതി ചെയ്യുന്നത്. സഞ്ജു വി സാംസൺ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ പരിശീലനം നടത്തിയാണ്. അവരെ കണക്കുള്ള സീനിയർ താരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം അവിടെ ഒരു സംവിധാനമാണ് തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ അവിടെ ഒരുക്കിയത്. കൂടാതെ അവിടെ സർവേലൻസ് ക്യാമറകളുണ്ട്. ഈ പിന്നെ നമ്മുടെ പരാതിക്കാരനായ പിതാവിനറിയാം, അനിലിനറിയാം, അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അത് സർവേലൻസ് ക്യാമറ ഉണ്ട്. കൂടാതെ ഓരോ ദിവസവും ഓരോ പേരൻ്റ് അവിടെ മസ്റ്റായിട്ട് എത്തിയിരിക്കണം എന്നുള്ള നിർദ്ദേശവും ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും സംവിധാനങ്ങൾ, മനുഷ്യ സഹജമായ എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ ഉണ്ടായിരുന്നു. എല്ലാ പ്രതിരോധിക്കാനുള്ള വനിതാ കോച്ച് ഉണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ നടക്കും ശ്രീ അജിത്? വനിതാ കോച്ച് ഉണ്ടായിരുന്നു. ശരി.